ഇടുക്കി ജില്ലയിൽ 3 മണ്ഡലങ്ങളിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റായിരുന്നു UDFിൻ്റെ ദേവികുളം, അതോടൊപ്പം തന്നെ ഉടുമ്പൻചോല, ഇടുക്കി. അവസാനം ദേവികുളം മണ്ഡലത്തിൽ ആകാംക്ഷയോടെ കാത്തിരുന്ന നിരവധി സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. ഏതായാലും എഫ് രാജയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ വിജയപ്രതീക്ഷ? അതിശക്തമായ വിജയം ഉണ്ടാവും UDFിന്. അതിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ് KPCC കൂടി UDF കൂടി അറിയിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥിയെ ഞങ്ങൾ മനസ്സുകൊണ്ട് എഫ് രാജ എന്നുള്ള വ്യക്തിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റ് അതിശക്തമായ ജോലി ചെയ്ത് ഇതും വരെ ഇല്ലാതെ വിജയം UDFിന് ഉണ്ടാകുന്ന രീതിയിൽ ദേവികുളത്തിലെ വൻപിച്ച വിജയത്തോടു കൂടി മുന്നോട്ട് പോകും. എങ്ങനെയാണ് പ്രചാരണ പരിപാടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇന്ന് തന്നെ തുടങ്ങി. ഓരോരോ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്ത് ഓരോരോ മേഖലയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള നിലയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തുടങ്ങിയത് ഒന്നും മണ്ഡലം കമ്മിറ്റി കൂടും, ബ്ലോക്ക് കമ്മിറ്റി കൂടും, വാർഡ് കമ്മിറ്റി കൂടും, എല്ലാം കൊണ്ട് കൂടി ഞങ്ങൾ അതിശക്തമായ പ്രചരണവും പണിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 4 വർഷം LDFിൻ്റെ ഒരു കോട്ടയാണെന്ന് പറയാം ഈ ദേവികുളം മണ്ഡലം. ഇത്തവണ ഈ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകും. കോട്ടയിൽ ഓട്ട വിടുന്ന ദിവസങ്ങളായി. അത് പിടിച്ചെടുക്കും ഉറപ്പായിട്ട്. അതാണ് ഞങ്ങളുടെ ദൗത്യം. അതാണ് അതിലൊന്നും യാതൊരു മാറ്റമില്ല. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ അതിശക്തമായ നിലയിൽ ട്രേഡ് യൂണിയനും രാഷ്ട്രീയവും ഒന്നിച്ച് നിന്നുകൊണ്ട് തന്നെ അതിശക്തമായ നിലയിൽ പ്രവർത്തിക്കും. ഈ 4 പ്രാവശ്യമായിട്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് LDFിൻ്റെ കയ്യിലിരുന്ന് കോട്ട അടിച്ച് തകർത്ത് ഈ പ്രാവശ്യം UDFിൻ്റെ കോട്ടയായിട്ട് മാറും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിരവധി പേര് ഉയർന്നിരുന്നു. അതിൽ അവസാനമാണ് എഫ് രാജയുടെ പേര് കൺഫേം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് വല്ല ആക്ഷേപം വല്ലതും ഉണ്ടോ? അവർക്ക് ഒരു ആഴ്ചയിൽ അവർ മുന്നോട്ട് നിൽക്കും. അതിലാണല്ലോ കുമാരുണ്ട്, ഞാനുണ്ട്, രാജാറാമുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ. ഞങ്ങളെല്ലാവരും മുന്നിൽ നിന്നുകൊണ്ടാണ് എഫ് രാജയ്ക്ക് വേണ്ടി വോട്ടിന്. അപ്പോൾ ഇത്തവണ വിജയ ശതമാനം എങ്ങനെയുണ്ട്? 101 ആക്കിക്കോ. അത് വെറുതെ ഇല്ല. ഈ ഗവൺമെൻറ്റിന്, ഈ LDF ഗവൺമെൻറ് ഈ രാജ്യത്തിൽ, ഈ നാട്ടിൽ ചെയ്തിരിക്കുന്ന അക്രമ ശക്തികൾക്ക് എതിരെ ഞങ്ങൾ എന്നാ നിന്ന് UDFിൻ്റെ ഗവൺമെൻറ് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ഭരണം ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഏതായാലും ഇത്തവണ UDF സ്ഥാനാർത്ഥി എഫ് രാജ ദേവികുളം മണ്ഡലത്തിൽ പൂർണ്ണ വിജയപ്രതീക്ഷയാണെന്നാണ് നേതൃത്വങ്ങൾ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.